ഫസ്റ്റ് ഇയർ തൊട്ടേ ഇതിൻ്റെ സെക്യൂരിറ്റി വന്ന് പറഞ്ഞാലും ഞാൻ വാസ് ലൈക്ക് കൂടുതൽ ഈ കോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നതും അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്ട്രക്ചേർഡ് വേ പോകുന്ന ഒരാളായിരുന്നു. കമ്മ്യൂണിറ്റി കയറിയ ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ സർവൈവ് ചെയ്യണം, ഒരു 4 പേരോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഒരു കൂടുതലും ഒരു ബോണ്ട് എങ്ങനെ സംഭവം വർക്കാവുന്ന നല്ല കാര്യം എനിക്ക് കമ്മ്യൂണിറ്റി കയറിയ ശേഷം മനസ്സിലായത്. അഭിജിത്ത് എന്തിനാണ് ക്യാമ്പസിൽ ഇടുന്ന റോൾ എടുത്തത്? എന്തായിരുന്നു അഭിജിത്തിന്റെ റീസൺ ബിഹൈൻഡ്? ഞാൻ കൂടുതലും ടെക്കിലോട്ടുള്ള ഒരാളാണ്. ബേസിക്കലി എനിക്ക് ടിങ്കറബിനോട് ഫസ്റ്റ് ഇയർ തൊട്ടേ കൂടുതലൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. വൈ മീൻസ് ലൈക്ക് ഫ്രം ദ ഡേ 1 ഓഫ് ഓറിയന്റേഷൻ ഞാൻ ഇതിൻ്റെ പാർട്ടായിരുന്നു. ലൈക്ക് ആ ഒരു ദിവസം തൊട്ട് തന്നെ ഞാൻ കൂടുതലും വോളണ്ടറിങ് സാധനങ്ങൾ ഈവൻ ദോ കോറിൻ്റെ പാർട്ട് അല്ലെങ്കിൽ എക്സ്കോമിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ഞാൻ കൂടുതലും ചെയ്യുന്നുണ്ടായിരുന്ന കാര്യം അവരുടെ കൂടെ സപ്പോർട്ടായിട്ട്. ഈവൻ സെഷൻസ് എടുത്ത് കൊടുക്കുന്നതാണെങ്കിലും സെഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എല്ലാം കൂടെ ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഇയർ തൊട്ടേ ആ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ ലൈക്ക് എനിക്ക് അവരോടുള്ള ഒരു ബോണ്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ദ മെയിൻ റീസൺ ദ മെയിൻ ലൈക്ക് എപ്പോഴും ടിങ്കറബ് കൊണ്ടുപോകുന്നൊരു വൈബുണ്ട്. എല്ലാ സാധനങ്ങളും ലൈക്ക് ഏത് പരിപാടി നടത്തിയാണെങ്കിലും പുതിയതായിട്ട് എന്ത് സാധനം ക്യൂറേറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാത്തിനകത്തൊരു ഫൺ എലമെൻ്റ് എന്ന് പറയുന്ന സംഭവം എപ്പോഴും കൊണ്ടുവരാൻ നോക്കാറുണ്ട്. എനിക്ക് സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ ലൈക്ക് ഈ ഒരു റോൾസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് എങ്ങനെ ക്യാമ്പസിൽ സാധനങ്ങൾ വർക്ക് ആവുന്നുണ്ട്, ആൾക്കാരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇതിലൂടെ ആവശ്യപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന കൊളീഗ്സ് അപ്പൊ അവരുടെ എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. നമ്മൾ അതിൻ്റെ ഒരു സർവേ ഒന്ന് നടത്തിയിട്ട് അവരിൽ ഫെയിലായി നിൽക്കുന്ന അല്ലെങ്കിൽ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കുറച്ച് കുട്ടികളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പെയർ ലേണിംഗ് സെഷൻ ആരംഭിക്കണം എന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് ഞാൻ ഇവരോട് പറയുന്നത് അതാണെന്നാണ് എൻ്റെ ഓർമ്മ. പെയർ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരെ ബാക്ക് പേപ്പേഴ്സ് ഉള്ളവരെ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ അതിനുള്ള ആക്ടിവിറ്റി ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്നത്തെ ക്യാമ്പസ് അഭിമന്യു, മാളവിക അവരുടെ കൂടെ അഭിജിത്ത് ഇങ്ങനെ അവരുടെ പുറകിൽ നിൽക്കും. ശരിക്കും മറ്റവരാണ് അപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിജിത്ത് അപ്പോൾ അവരുടെ അസിസ്റ്റന്റ് പോലെ പുറകിൽ നിൽക്കുക. ആദ്യം തന്നെ എനിക്ക് അഭിജിത്തിന്റെ പേര് അറിയില്ലായിരുന്നു. മറ്റൊരു രണ്ടുപേരും എനിക്ക് നന്നായിട്ട് അറിയാം. ഗ്രാജുവേറ്റ് ഞാൻ അഭിജിത്തിനെ പഠിച്ചു വരുന്നത്. ആ ഒരു കാര്യം അവര് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. കാരണം അവരുടെ ജൂനിയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു, ആ ഒരു ലീഡ് റോളിലേക്ക് കൊണ്ടുവരുന്നു, എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അവരുടെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. മാമിന്റെ പെർസ്പെക്റ്റീവില് ടിങ്കറബ് ഒരു കോളേജിൽ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിൽ ടിങ്കറബ് ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ലേണിംഗ് എക്കോസിസ്റ്റത്തിനെ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്തത് ഓവർ ദി ഇയേഴ്സ്? ലേണിംഗ് എക്കോസിസ്റ്റത്തിന് നന്നായിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ബിക്കോസ് ലേണിങ്ങിൽ നമ്മൾ തിയറിയായിട്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കുക, സ്റ്റുഡൻസ് പഠിക്കുക എന്നുള്ളതിലുപരി കറണ്ട് ഇൻഡസ്ട്രിയൽ ട്രെൻഡ് മനസ്സിലാക്കുക, ആ ട്രെൻഡിനനുസരിച്ച് കുട്ടികളെ മെൻറ്റർ ചെയ്യുക, അവർക്ക് എന്ത് വേണം, എങ്ങനെ വേണം, അതൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും ആ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ പാർട്ടായിട്ട് വരുന്ന സാധനം തന്നെയാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റുഡൻസിൻ്റെ. അപ്പം ടിങ്കർ ഹബ്ബ് ശരിക്കും പറഞ്ഞാൽ അത് ഒരു പോസിറ്റീവായിട്ട് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തിൽ ഞങ്ങൾ സ്റ്റുഡൻസിനോട് സംസാരിച്ചപ്പോഴും മാമിന് ഞങ്ങളെ കുറച്ചും കൂടെ അറിയാം, ടിങ്കറബിനെ പറ്റി കുറച്ചും കൂടെ അറിയാമെന്നായിരുന്നവരെല്ലാവരും പറഞ്ഞത്. മാം, ഇവർ പഠിച്ച് അതിന് ഫെർദർ ലേണിംഗ് പ്രോസസ്സോ അതിവർ ഉണ്ടാക്കിയ കാര്യങ്ങളോ മാമിന് പേഴ്സണലി വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇവർ സെൽഫായിട്ട് ഇമ്പ്രൂവ് ആകുന്നുണ്ട് എന്ന് പറയത്തക്കതായിട്ടുള്ള എന്തെങ്കിലും? അത് പറയണമെങ്കിൽ ഞാൻ വിഷ്ണുവിൻ്റെ സമയം തൊട്ട് പറയേണ്ടി വരും. എനിക്ക് കുര്യൻ്റെ കേസിൽ കുര്യൻ കുറച്ചും കൂടി എക്സ്ട്രാ കുറെ കാര്യങ്ങളെ വിഷൻ ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അവൻ ആ ഒരു രീതിയിലേ പോകത്തുള്ളൂ എന്നുള്ളതും നമുക്കറിയാമായിരുന്നു. പക്ഷേ വിഷ്ണുവിൻ്റെ ഒക്കെ കേസ് വന്നപ്പോഴത്തേക്കും വിഷ്ണു ഭയങ്കര പാവമായിട്ട് ഒരു സൈഡിലിരുന്ന് എന്തെങ്കിലും പഠിക്കുക അങ്ങനെ മാത്രം വരുന്ന ഒരാളാണ്. ഫൈനൽ ഇയറിലെ പ്രോജക്റ്റിനോട് അടുക്കുന്ന ആ ഒരു S6 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവനിൽ നല്ല ചേഞ്ചാണ് നമ്മളെ ഫീൽ ചെയ്തത്. ശരിക്കും അവൻ നന്നായിട്ട് പ്രോഗ്രാമിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എക്സൽ ചെയ്തു. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവന് നല്ല ഇതുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ ആരും, അതായത് നമ്മളുടെ ഈ ബിറ്റ് കോയിൻസ് ആ ഒരു ഏരിയയിൽ അന്ന് നന്നായിട്ട് അവൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അഭിമന്യുവിൻ്റെ കേസാണെങ്കിലും ഈവൻ ഇപ്പോഴത്തെ ലീഡിങ് ടീം അവരാണെങ്കിലും ഭയങ്കരമായിട്ട് ആ ഒരു നല്ല ചേഞ്ചസ് ആണ് വന്നത്.
ആ ഒരു ചേഞ്ചസ് ഇവരിൽ മാത്രമല്ല, ശരിക്കും പറഞ്ഞാല് കുറെ കുട്ടികളിൽ ഈ ഒരു പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ ഇതില് ആ ഒരു ഒരാൾ എക്സൽ ചെയ്ത് വരുന്ന ഒരു ട്രെൻഡ് മാറിയിട്ട് ഇപ്പം ക്ലാസ്സിലെ കുറെ കുട്ടികൾ അതിൽ എക്സൽ ചെയ്യുന്നു. ആക്ച്വലി ഇവരുടെ ഒരു ഈ പിയർ സപ്പോർട്ട് നെറ്റ്വർക്ക് ആണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. മറ്റൊരു കമ്മ്യൂണിറ്റിയിലും കണ്ടിട്ടില്ല ഇത്രത്തോളം ഒരു എല്ലാ കുട്ടികളും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അവരുടെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ പഠിപ്പിക്കുന്നു, അവരത് പഠിക്കുന്നു. ആ ഒരു ജേർണി എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ ഇവരുടെ കൂടെ ഓരോ മീറ്റിങ്ങുകളിലും ഇവരുടെ ടോക്ക് ഷോകളിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ ഇവരുടെ ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ അവരുടെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് നോളജ് നമുക്കും അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവരും അങ്ങനെയാണ് അതിനെ പ്രസന്റ് ചെയ്യുന്നത്. ഒരുപാട് ഷെയർ ചെയ്യാനും കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറ്റുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ആക്ച്വലി ടിങ്കർ ഹബ് ക്യാമ്പസ് ചാപ്റ്റർ കരുനാഗപ്പള്ളിയിലുണ്ട്. 2021 വിഷ്ണു ആൽഫിയ അവരുടെ ടീം തൊട്ട് ഇപ്പോൾ അഭിജിത്തിന്റെ ടീം വരെ എൻറ്റയർലി ന്യൂ കോൺസെപ്റ്റ് ആയിട്ടായിരുന്നു ടിങ്കർ ഹബ് എല്ലാ ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിലും സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആദ്യമായിട്ട് കരുനാഗപ്പള്ളിയിൽ ടിങ്കർ ഹബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു മാമിന് ഫീൽ ചെയ്തത്? ഞങ്ങൾക്കറിയാം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വേണം, പിയർ ലേണിംഗ് ആയിട്ട് വരണം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നമ്മളുടെ ഇപ്പം ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഹയറാർക്കി അങ്ങനെ ഒരു ഇതുണ്ട് അവിടെ എല്ലാം വരുമ്പോഴും, ഏത് ഇതിനാണെങ്കിലും വരുമ്പോഴും. അപ്പൊ കുട്ടികൾ തന്നെ പഠിപ്പിക്കുന്ന ആ ഒരു ഇത് ശരിക്കും അത്യാവശ്യമാണ് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. മാം ആസ് എ സ്റ്റുഡന്റ് ഓർ മാം കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു എങ്കിൽ മാമിന് എന്ത് ചേഞ്ച് ആയിരുന്നു? ഇപ്പം മാം വന്ന ഒരു ജേർണിയിൽ അല്ലാതെ എന്ത് ചേഞ്ച് ആയിരുന്നു മാമിന് ഉണ്ടാവുക? എന്തെങ്കിലും ഈ കമ്മ്യൂണിറ്റി പണ്ട് ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് മാമിനെ തോന്നിപ്പിക്കാൻ വക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ ഒരു ഹയറാർക്കി അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പണ്ട് നമ്മൾ സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്ന് മാത്രമുള്ളൊരു കൺസെപ്റ്റില്ല, ഇങ്ങനെ ഒരു എല്ലാവർക്കും ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റീസോ ഒരു പ്രോഗ്രാംസോ നമ്മുടെ ടൈമിലൊന്നും കോളേജുകളിൽ ഇല്ലായിരുന്നു. പക്ഷെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്ന് പറയുമ്പോൾ ജൂനിയേഴ്സ് ആയാലും സീനിയേഴ്സ് ആയാലും അവർ ഒരുപോലെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ ഫ്രണ്ട്സിനെ പോലെ, ഇവൻ പേര് വിളിച്ച് അവർ ഫ്രണ്ട്സിനെ പോലെയാണ്. ഈ ഒരു ഞാനും ഇവരുടെ മീറ്റിങ്ങിന് ചെല്ലുമ്പോഴും അവരെല്ലാവരും ഇപ്പോൾ 4th ഇയറിലുള്ള കുട്ടികളെ ആയാലും ഫസ്റ്റ് ഇയറിലുള്ള കുട്ടികളും പേര് വിളിച്ചാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ അതൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. കാരണം അവർ തമ്മിലൊരു ഡിഫറൻസും ഇല്ല. പിന്നെ അതുപോലെ ഈ പിയർ ലേണിംഗ് കൊണ്ട്, അതായത് ചിലപ്പോൾ ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് ആ സീനിയർ ആയിട്ടുള്ള കുട്ടികൾക്ക് പുതിയ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നത്. എപ്പോഴും അവിടെ ഒരു വ്യത്യാസമില്ല. അപ്പൊ അവര് ഇതുപോലൊരു കമ്മ്യൂണിറ്റി അന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടെക്നിക്കലായിട്ടും തിയററ്റിക്കലായിട്ട് മാത്രം പഠിക്കുന്നതിനപ്പുറം ടെക്നിക്കലായിട്ട് ഒരുപാട് നോളജ് അക്വയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഇവിടെ തന്നെയുള്ള പല കുട്ടികളും ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഇവിടുത്തെ ടിങ്കർ ഹബിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ അവർ 3rd ഇയറിന് ശേഷം പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾ, ഇതിൽ ജോയിൻ ചെയ്ത കുട്ടികളുണ്ട്. ആ കുട്ടികൾ അവർ പറയുന്നു അവരുടെ ആ സ്റ്റഡി ജാം പ്രോഗ്രാമിൽ വന്നിട്ട് ഡിസൈനിങ് പഠിച്ചിട്ട് അതിൽ പ്രോ ആയി മാറിയ കുട്ടികൾ വരെ ഇവരുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും അന്ന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടെക്നിക്കലി നമുക്ക് ഒരുപാട് നോളജ് അക്വയർ ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളൊരു തോട്ട് എനിക്ക് വരാറുണ്ട്. ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിലെ ഒരു സക്സസ് മെട്രിക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിൽ അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഉണ്ടാവുന്ന മേക്കേഴ്സും അവരുടെ ജേർണിയും കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക അവരെത്രത്തോളം പഠിച്ചു, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് ഓരോരുത്തരായിട്ട് ചോദിക്കാം. ഇപ്പൊ സൗരവ് എന്താ ബിൽഡ് ചെയ്യുന്നത്? ഓർ ഓവർ ദി ഇയേഴ്സ്, ഓവർ ദ ടൈം സൗരവിന്റെ പെർസ്പെക്റ്റീവിൽ എന്തായിരുന്നു ഗ്രോത്ത് ഫോർ യു ബൈ മീൻസ് ഓഫ് ടിങ്കർ ഹബ്? സോ ഞാൻ ഫസ്റ്റ് 2 years വെറുതെ വന്ന് പോവുമായിരുന്നു. സോ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ലെക്സിക്കോൺ കോഡ് അറിയുന്നതും അങ്ങനെ ടിങ്കർ ഹബിലോട്ട് വരുന്നത്. സത്യ ടൈമിൽ അവൻ എന്നെ വിളിച്ചു, നമുക്ക് വോളണ്ടിയറായിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ ഒരു മൂമെന്റിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടാം. പെട്ടെന്ന് ഞാൻ എല്ലാത്തിനും രസ് പറഞ്ഞ് വന്ന് ഫസ്റ്റ് സ്റ്റഡി ജാം ഡിസൈനിൻ്റെ ആയിരുന്നു. അത് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കോഡിങ് അതിനുപരി എനിക്ക് ഡിസൈനിങ്ങിന് സ്കിൽസ് ഉണ്ടെന്ന്. അങ്ങനെ ഡിസൈനിങ് എന്താണെന്ന് ആ ഒരു 5 day ബ്യൂട്ട് ക്യാമറയുടെ അബീത്തും പ്രണവും എല്ലാം കൂടെ എനിക്ക് പഠിപ്പിച്ചതാണ്. സോ അവിടുന്ന് പിന്നെ ഞാൻ ഒരുപാട് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നതും UX-ലോട്ടാണെങ്കിലും ഒരുപാട് ഫീൽഡ് ഞാൻ അതിൽ റിസർച്ച് ചെയ്തു, പഠിച്ച് ഒരുപാട് കമ്മ്യൂണിറ്റീസിന് വേണ്ടിയും അല്ലാതെ ഒരുപാട് വർക്കുകളൊക്കെ എടുത്ത് ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസും എൻ്റെ ഡേ ഞാൻ ഈ ഒരു 3 വർഷം എൻ്റെ എഞ്ചിനീയർ ലൈഫിൽ എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ടിങ്കർ ഹബ് കമ്മ്യൂണിറ്റി പാർട്ട് ആവുക എന്നുള്ളതാണ്. സോ ആസ് എ മേക്കർ ഐ ആം വെരി സാറ്റിസ്ഫൈഡ്.
അബയുടെ പെർസ്പെക്റ്റീവിൽ ആക്ച്വലി പ്രൊജക്ട് ബിൽഡിംഗ് അഭിജിത്ത് എടുത്ത് പറയുന്നുണ്ടായി കുറച്ച് മേക്കേഴ്സിൽ ഒരാളാണ് അബയ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വാട്ട് ഹാവ് യു ബീൻ ബിൽഡിംഗ്? ഞാനിപ്പോൾ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഇത് മോർ ദാൻ മൈ ബിടെക് പ്രോജക്റ്റ്. ഇതെനിക്കൊരു പാഷനാണ്. ആക്ച്വലി ഈ ഹ്യൂമനോയിഡ് റോബോട്ട് എന്നെക്കാട്ടി പൊക്കമുണ്ട് സംഭവം. ഇത് ഞാൻ കറന്റ് ഈ പ്രോജക്റ്റ് ഒരു ഡൽഹി കയറുന്ന രീതിയിലാണ് തൽക്കാലം പിടിച്ചിരിക്കുന്നത്. ബട്ട് പാഷൻ വൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു റോബോട്ടിക് ബാൻഡ് എന്നൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്. അതായത് റോബോട്ട്സ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിച്ച് ആ ഒരു രീതിയിലൊരു ബാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ഈ ഒരു പ്രോജക്റ്റ് ഈ റോബോട്ടിക്സ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ കറന്റ് വേറെ അഡീഷണൽ ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് പുറത്തുനിന്ന്, പെയ്ഡ് ആയിട്ടുള്ള വർക്ക്സ്. അപ്പോൾ അത് എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഈ ഒരു പ്രോജക്റ്റ് കാരണം എനിക്ക് വേറെ കുറെ വർക്ക്സ് ഇപ്പൊ കിട്ടുന്നുണ്ട്. മാളവികനെ കഴിഞ്ഞ കോർ ടീമിന്റെ പോഡ്കാസ്റ്റിൽ തന്നെ കമ്മ്യൂണിറ്റിയിൽ കുറെ പേർക്ക് അറിയാം. ലാസ്റ്റ് ഇയർ വിമൻ ഇൻ ടെക് ലീഡ് ആയിരുന്നു മാളവിക. ആ പോഡ്കാസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് മാളവിക കുറെ പ്രൊജക്ട്സ് ചെയ്യാറുണ്ട്, ഒരു പഠിപ്പിസ്റ്റാണ്, ടോപ്പർ ആണെന്നൊക്കെ. അറ്റ് ദ മൊമെന്റ് എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ ദ ലേറ്റസ്റ്റ് പ്രൊജക്ട്സ് ദാറ്റ് യു ഡിഡ്? ഇപ്പം ഒരു പ്രൊജക്ട് ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ബേസിക്കലി ഇപ്പം ഒരു എമർജൻസി സിറ്റുവേഷൻ, ഈ റെയിൽവേ ക്രോസിന്റെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇപ്പം ഈ റെയിൽവേ ക്രോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എമർജൻസി ആയിട്ട് വരുവാണെങ്കിൽ ഒരു ആംബുലൻസോ എന്തോ ആയിക്കോട്ടെ, ഈ റെയിൽവേ ക്രോസ് അടച്ചേക്കോ ആണോ അല്ലേന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ അനുസരിച്ച് ആണെങ്കിൽ ഒരു അതർ റൂട്ട് നമുക്ക് എടുക്കാമെന്നുള്ളൊരു അങ്ങനത്തെ ഒരു പ്രൊജക്ട് ഇപ്പം അതാണ് ഇപ്പം കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 months മുന്നേ മേക്കർ ഓഫ് മന്തിന്റെ പോഡ്കാസ്റ്റിൽ നിഹാലിനെ അക്കോമ്പനി ചെയ്ത ആഷിഖും ഉണ്ടായിരുന്നു. ഐ ഓണസ്റ്റ്ലി ഡിഡ് നോട്ട് നോ ദാറ്റ് യു വർ ഫ്രം കരുനാഗപ്പള്ളി. ബട്ട് അറ്റ് ദ മൊമെന്റ് ആഷിഖ് ഇപ്പൊ എന്താണ് ബിൽഡ് ചെയ്യുന്നത്? ഓർ വാട്ട് ആർ സം ഓഫ് ദി ബിഗ് പ്രൊജക്ട്സ് ദാറ്റ് യു ഡിഡ്, ഓർ സം ഓഫ് ദി പ്രൊജക്ട്സ് ദാറ്റ് യു ആക്ച്വലി വാണ്ട് അതേഴ്സ് ടു സീ? ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ കിട്ടിയപ്പോൾ ജസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് മേടിക്കും, തിരിച്ചു വരും. അപ്പോൾ ഓരോ ഫുഡിനും ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു അസുഖത്തിന് ചിലപ്പോൾ തക്കാളി കഴിക്കാൻ പറ്റാത്തത് ഉണ്ടാവാം. പക്ഷെ നമുക്കറിയില്ല. നമ്മൾ കൂടെ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നമുക്കത് ഇത് കഴിക്കാൻ പാടില്ല, അതിന് പകരം ഇത് കഴിക്കാമെന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ ഫുഡ് കൂടി നമുക്ക് ബെറ്റർ ആവും. അപ്പം നമ്മൾ അസുഖം പെട്ടെന്ന് മാറും. അപ്പം നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്തൊരു പ്രൊജക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷോപ്പിംഗ് കാർഡിൽ ഒരു ഡിവൈസ് അറ്റാച്ച് ചെയ്യും. നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് നമുക്ക് ഫോണിലൂടെയോ വാച്ചിലൂടെയോ നമുക്ക് അതിലോട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ കാർഡിലോട്ട് എന്തൊക്കെ ഫുഡ് ഇടുന്നോ അത് അനലൈസ് ചെയ്തിട്ട് ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഉദാഹരണത്തിന് തക്കാളി എടുക്കുകയാണെങ്കിൽ തക്കാളി അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ തക്കാളി നിങ്ങളുടെ ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടാക്കും. അതിന് പകരം ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സംഭവം യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫുഡും കഴിക്കാം, നമ്മൾ ആരോഗ്യം കുറച്ചുകൂടി ബെറ്റർ ആവും ചെയ്യും. നിങ്ങൾ ലേണിംഗ് പ്രോഗ്രാം ക്യൂറേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ആക്ച്വലി ഒരു സ്റ്റഡി ജാം സ്പെസിഫിക്കലി ക്യൂറേറ്റ് ചെയ്യുന്നത്? നമ്മളൊരു സ്റ്റഡി ജാം ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് മാക്സിമം എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആവാം, പിന്നെ മാക്സിമം അവർക്കൊരു വാല്യൂ കിട്ടാം. ആ ഒരു കാര്യമാണ് നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യും. സോ നമ്മൾ ഓരോ സ്റ്റഡി ജാം പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് മെന്റേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യും. നമുക്ക് കോളേജിലുള്ള മെന്റേഴ്സാണ് അത്രയ്ക്ക് എളുപ്പമാണ് അവരുടെ കാര്യം പോകും. അപ്പോൾ അവർക്ക് അറിയാം ഇപ്പം നമ്മുടെ പ്രോഗ്രാമിൽ ഇങ്ങനെ ഫുള്ള് ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് നമ്മളെല്ലാം കൊണ്ടുപോകുന്നത്. സോ അങ്ങനെ ഒരു ഇത് കൊണ്ടുപോയാൽ മാത്രമേ എല്ലാവർക്കും പെട്ടെന്ന് നോളജ് അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. കമ്മ്യൂണിറ്റിയിലെ സ്റ്റുഡൻസിനോട് ചോദിക്കും അവർക്ക് എന്താ ഇൻട്രസ്റ്റ് ഉള്ളത്. നമ്മളിപ്പം തിങ്കർ ഹബിന്റെ ഗ്രൂപ്പുണ്ട്, പക്ഷേ അതൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് പോലെയാണ്. എല്ലാവരും കാഷ്വലി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആണ് അവിടെ ചാറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് പഠിക്കാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഒരു സെറ്റപ്പ് എനിക്ക് വെബ് ഡെവലപ്മെന്റ് ആണ്, UI UX ആണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു പോളിലോ എന്നിട്ട് നോക്കും ഏറ്റവും കൂടുതൽ ആൾക്ക് ഏതാണ് പഠിക്കാൻ താല്പര്യമുള്ളത്. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഓരോന്ന് പ്രയോറിറ്റി. സ്റ്റഡി ജാം സ്പെസിഫിക്കലി നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങളുടെ റിട്ടൻഷൻ. ഓരോ സ്റ്റഡി ജാമിലെയും റിട്ടൻഷൻ ഇസ് വെരി ഹൈ. ആ റിട്ടൻഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന മാക്സിമം ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കും. ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ മെന്റർ അങ്ങനത്തെ ഉള്ള രീതിയിലല്ല, ഫുൾ ഒരു ഫ്രണ്ട്സ് തമ്മിൽ പഠിക്കുന്ന ആ ഒരു സംഭവമാണ് നമ്മളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വീണ്ടും കമ്പനി ആയിട്ട് വീണ്ടും വരാൻ തോന്നും ഓരോ പ്രോഗ്രാംസ്. ഹലോ ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പോൾ ക്യാമ്പസിനകത്ത് കുറേ പരിപാടികൾ കാര്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. സോ ഈ പരിപാടി അല്ലാതെ നമ്മളിപ്പം പുതിയതായിട്ട് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടൊന്ന് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പുതിയ ലേണിംഗ് പ്രോഗ്രാം സാധനം ക്യൂറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സജഷൻ കാര്യങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. സോ നിങ്ങളെല്ലാവരും ഒരു ഇൻട്രസ്റ്റഡ് ഫീൽഡ് അല്ലെങ്കിൽ എന്ത് പുതിയതായിട്ട് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാം എന്നുണ്ട്, അല്ലെങ്കിൽ ഏത് ഫീൽഡായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്നുള്ള ആരെങ്കിലും ഒന്ന് പറയാമോ? നമുക്ക് ഓരോരുത്തരെ വെച്ചിട്ട് ഫിഗർ ഔട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, സോ
ആരാണ്? എൻ്റെ ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഡിസൈനിലേക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്. കാരണം നമ്മൾ ടിങ്കർ ഹബിന്റെ ആദ്യത്തെ സ്റ്റഡി ജാംസ് ഒക്കെ നടത്തിയില്ലേ, അപ്പോൾ ആ സമയത്ത് CSSഉം ഫിഗ്മയൊക്കെ പഠിച്ചപ്പോഴത്തേനും എന്താ പറയാ, എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിച്ചപ്പോഴത്തേനും ഞാൻ കുറച്ചും കൂടി ആ ഒരു പർട്ടിക്കുലർ ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ കൂടുതൽ ഒന്നും കൂടി എൻ്റെ ഇൻട്രസ്റ്റ് നല്ലോണം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈനിലേക്ക് ഒരു നെക്സ്റ്റ് ലെവൽ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ പോലെ തന്നെ കുറെ ഇതേപോലെ തന്നെ ഡിസൈനിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും. സോ അപ്പം ആ ഒരു ഫീൽഡിൽ കുറെ ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡിസൈനാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് പറയുന്നത്. കൂൾ. എന്തായാലും നമുക്ക് ആ ഒരു പ്രോഗ്രാം എന്തായാലും ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലോട്ട് ഇരിക്കാം. പിന്നെ ഇത് കണക്കാണ് വേറെ സജഷൻസ് ഉള്ള വേറെ ആരൊക്കെയാണ് ഉള്ളത്? ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് കണ്ടന്റ് ആണ് കുറച്ചും കൂടി ഇതായിട്ട്, കാരണം എനിക്ക് സ്റ്റോറി കണ്ടന്റ് ആ രീതിയിലോട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റും, അതും അതേ കൂട്ട് തന്നെ ഓരോന്ന് ഡിസൈൻ ചെയ്ത് അത് എങ്ങനെ അവതരിപ്പിക്കുക അതിനോട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അതിനെപ്പറ്റി ഒരു ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു. എടാ, അപ്പം നമുക്കിനി ക്യാമ്പസിൻ്റെ അകത്ത് നമുക്ക് ഇത്ര പ്രോഗ്രാം സാധനങ്ങൾ റൺ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാനുള്ള ഇത് ചെയ്യാൻ പറ്റാം. അപ്പം ഇതിനുള്ള സ്ട്രഗിൾസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇപ്പം സ്ട്രഗിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഫേസ് ചെയ്തൊരു സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രോഗ്രാംസ് നടത്തുമ്പോൾ ഒരു ടൈം ലിമിറ്റ് എപ്പോഴും വരുന്നുണ്ടല്ലോ, അതൊരു സ്ട്രഗിളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം നമുക്കിപ്പം 4 to 5 ആയിരിക്കും നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് വെക്കാറുണ്ട്. ആ ടൈമിൽ ഇപ്പോൾ ഡേ സ്കോളേഴ്സിന് ചിലപ്പം ദൂരോട്ട് പോകേണ്ടവരാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ലഞ്ച് ബ്രേക്കിന് നടത്തുന്ന പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അങ്ങനെ ആകുമ്പോൾ അതും ഒരു റഷിലായിരിക്കും. നമുക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നവർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവർ കാണും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഇഷ്യൂ വരും. ഒരു ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അഭിമന്യു ലാസ്റ്റ് ഇയറിലെ ക്യാമ്പസ് ലീഡായിരുന്നു. അപ്പോൾ ലാസ്റ്റ് 1 year ക്യാമ്പസ് കമ്മ്യൂണിറ്റി റൺ ചെയ്തപ്പോഴുള്ള അഭിമന്യുവിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ്? മെയിൻലി ടിങ്കർ ഹബിൽ വരാൻ നേരം ലൈക്ക് കമ്മ്യൂണിറ്റി എന്താണെന്നുള്ളൊരു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഫസ്റ്റ് ഹാൻഡ്. പിന്നെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യം മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. സോ കയറാൻ നേരത്ത് ആ 2 കാര്യങ്ങളാണ് ഫസ്റ്റ് ആയിട്ട് മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷെ കയറി കഴിഞ്ഞിട്ടാണ് വാട്ട് ഇറ്റ് വെൻസ് ടു റൺ എ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്താണെന്നുള്ളത് അത് എന്താ പറയുക അറ്റ്ലീസ്റ്റ് റൂട്ട് നമുക്ക് മനസ്സിലായത്. സോ അതിനുശേഷം ഇറ്റ് വാസ് എ ജേർണി. ലൈക്ക് നമ്മുടെ കുറേ ലീഡർഷിപ്പ് ക്യാമ്പ്സ് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ ആ ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി പേഴ്സണായി മാറി ഞാൻ. ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിൽ ആനന്ദ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ വരെയുള്ള ആനന്ദിന്റെ ജേർണി എങ്ങനെയാണ്? സോ ടിങ്കർ ഹബിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. അതായത് 3rd year അവസാനം അറൗണ്ട് ഫൈനൽ ഇയർ ആവാൻ നേരത്താണ് ഞാൻ ടിങ്കർ ഹബിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പം ജോയിൻ ചെയ്തതിന് ശേഷം അതിനു മുമ്പ് കമ്മ്യൂണിറ്റീസിലുണ്ടെങ്കിലും കുറച്ച് നല്ല രീതിയിൽ ആക്റ്റീവായി നിൽക്കാൻ ഞാൻ തുടങ്ങിയത് ടിങ്കർ ഹബിൽ കയറിയതിന് ശേഷം. കാരണം ഒന്നാമത്തെ കാര്യം, ആ കമ്മ്യൂണിറ്റിയിൽ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ, എക്സിക്കോ മെമ്പേഴ്സ് തമ്മിൽ മൊത്തത്തിലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വേറെ പല കമ്മ്യൂണിറ്റീസിലും ഉണ്ടായിരുന്നു. അപ്പോൾ ടിങ്കർ ഹബ് വഴി പിന്നെ അതുവഴി പിന്നെ ഫൗണ്ടേഷൻ്റെ പല പല പരിപാടിക്ക് പോയി തുടങ്ങി. അങ്ങനെ കുറേ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറേ കണക്ഷൻസ് ബിൽഡ് ചെയ്ത് അത്രയും ചെയ്തപ്പോഴത്തേക്കും ഫൈനൽ ഇയർ കഴിഞ്ഞു. പിന്നെ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം കുറേ പ്രോജക്ട്സ് ബിൽഡ് ചെയ്ത് തുടങ്ങി. വീട്ടിൽ കുറേ നാൾ വെറുതെ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒന്നും അങ്ങനെ അപ്പിയർ ചെയ്തില്ല, കാരണം അതിൽ നല്ലതൊക്കെ കിട്ടും എന്ന് ഓർത്തിങ്ങനെ ഇരുന്നു. അപ്പം അങ്ങനെ കുറേ പ്രൊജക്ട്സ് ഒക്കെ ബിൽഡ് ചെയ്തു, കുറേ പബ്ലിഷ് ചെയ്തു. അപ്പം അങ്ങനെ കുറേ പബ്ലിഷ് ചെയ്ത് അത് ചില ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ട് അവരായിട്ട് തന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. അപ്പം എൻ്റെ ഫേവറേറ്റ് ഡിസൈനിങ്, വെബ് ഡെവലപ്മെൻറ്റ്, ആ ഒരു ഫീൽഡിലോട്ടാണ് താല്പര്യം. ആക്ച്വലി സ്റ്റഡി ജാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ സെക്ടറിലോട്ട് ഇനി വർക്ക് ചെയ്യണമെന്നോ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നോ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ടിങ്കർ ഹബിൽ വന്നതിന് ശേഷമാണ് ഞാൻ പഠിച്ചത്, കൂടുതൽ അറിയാൻ പറ്റി. ടിങ്കർ ഹബിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഈവൻ ദോ ഞാൻ ഇലക്ട്രോണിക്സ് ആയിരുന്നെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചത് പല ഇവൻസിന് പോയിട്ടും പിന്നെ അതിൽ നിന്ന് കിട്ടിയ കുറേ നെറ്റ്വർക്കിംഗ് വഴി കുറേ ആൾക്കാരുടെ കണക്ഷൻസ് കിട്ടി. അപ്പോൾ അതുവഴി കുറേ കാര്യങ്ങൾ പഠിക്കുക. കാരണം അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് വന്നു. നമ്മൾ അക്കാഡമിക്സിൽ നിന്ന് പഠിക്കുന്നതിലുപരി പിയർ ലേണിംഗ് ആയിരുന്നു കൂടുതലും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. അത് ടിങ്കർ ഹബിൽ അഭിജിത്ത് കയറിയപ്പോൾ തന്നെ പറഞ്ഞു അതൊരു നോൺ പ്രോഫിറ്റ് ആണ്, നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്. ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ടിങ്കർ ഹബിൽ വർക്ക് ചെയ്യുന്നത്. ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്. ടിങ്കർ ഹബിൽ നിന്ന് എനിക്ക് ഗ്രോത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ വെറുതെ ക്ലാസ്സിൽ ഇരുന്നൊരു കൊച്ചാണ്. അപ്പോൾ ടിങ്കർ ഹബിൽ വന്നിട്ട് കുറേ നെറ്റ്വർക്ക് കിട്ടി, കുറേ സ്കിൽസ് പഠിക്കാൻ പറ്റി. അതൊക്കെ എനിക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഈ പറയുന്ന ലേൺ ടു ലേൺ ആണ് നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ പഠിപ്പിക്കുന്നത് ചിലപ്പം നമ്മുടെ ജൂനിയേഴ്സ് തന്നെ ആയിരിക്കും. അവർക്ക് സ്കില്ലുണ്ട്, അവർ ഷെയർ ചെയ്യുന്നു. നാളെ എനിക്കൊരു സ്കില്ല് കിട്ടും, അത് ഞാൻ ഷെയർ ചെയ്യും. 92 ആക്ടിവിറ്റീസ് ഞങ്ങൾ തന്നെ ആക്ച്വലി ഡാഷ്ബോർഡ് കണ്ടിട്ട് വെരി സർപ്രൈസ്ഡ് ആയിരുന്നു. നമ്മൾ ആ ഡിഫറൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ ആസ് കമ്പയർഡ് ടു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി, ബാക്കി ക്യാമ്പസസിന്റെ ദർ ഇസ് ലൈക്ക് എ ഡിഫറൻസ് ഓഫ് 30 to 40 ആക്ടിവിറ്റീസ് മേ ബി.
മേ ബി അറ്റ്ലീസ്റ്റ് 30 ആക്ടിവിറ്റീസിന്റെ ഡിഫറൻസ് എങ്കിലും ഉണ്ട്. ഹൗ 92 ആക്ടിവിറ്റീസ് എങ്ങനെ? ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് കൗണ്ടിന്റെ കാര്യം ഞങ്ങൾ ലൈക്ക് ഞാൻ സെക്കൻഡ്ലി പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധനം അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രോഗ്രാമിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഓരോ പ്രോഗ്രാം എത്ര തവണ നടത്തി അങ്ങനത്തെ കൗണ്ട് ഞങ്ങൾ വളരെ ചുരുക്കം എടുക്കാറുള്ളൂ. ഞങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് മാക്സിമം കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള കാര്യം, ആ വാല്യൂ മാക്സിമം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വാസ് ലൈക്ക് ഓൾറെഡി ഞാൻ കഴിഞ്ഞ കോർട്ടിങ്ങിലുള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ടായിരുന്നു. സോ എങ്ങനെ സാധനങ്ങൾ മൂവ് ഓൺ ചെയ്യണം എന്നുള്ളൊരു ഏകദേശം ഐഡിയ ആയിട്ട് വന്നുകൊണ്ട് ഐ വാസ് ലൈക്ക് പ്രിറ്റി മച്ച് പ്ലാൻഡ് അബൌട്ട് ദി എങ്ങനെ സാധനങ്ങൾ ആൾക്കാർക്ക് എത്തും എന്നുള്ള സാധനം. സോ വി സ്റ്റാർട്ടഡ് വിത്ത് ഡിസൈൻ എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ ഇങ്ങനെ ലേണിംഗ് പ്രോഗ്രാംസ് കൂടുതൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ. ഓക്കെ, അപ്പം ലേണിംഗ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നപ്പോൾ തന്നെ ഈ സ്റ്റഡി ജാമാണ് കൂടുതലും റൺ ആവുന്നത്. അപ്പോൾ ഒരു സ്റ്റഡി ജാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് 5 to 3 days 3 to 5 days ആ ഒരു രീതിയിൽ പോകുന്നുണ്ടാവും. ഇതാണെങ്കിൽ ഞങ്ങളൊരു 7-8 സ്റ്റഡി ജാം സാധനങ്ങൾ നടത്തി. സ്റ്റഡി ജാം അല്ലാതാണെങ്കിൽ നമുക്കിപ്പം ഒരു ക്യാമ്പസിലെ ഒരു കമ്മ്യൂണിറ്റി കൾച്ചർ ബിൽഡ് ചെയ്യണം. എല്ലാവർക്കും എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും കമ്മ്യൂണിറ്റീസ് ഉണ്ടായിട്ട് കാര്യമില്ല. ലൈക്ക് ഓരോരോ പരിപാടി റാൻഡംലി നടത്തിയിട്ടും കാര്യമില്ല. എപ്പോഴും ഒരു ബോണ്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പരിപാടി കാര്യങ്ങൾ ക്യൂറേറ്റ് ചെയ്യാം. സോ ഞങ്ങൾ ഇരുന്ന കോർട്ടിമാരുടെ ഡിസ്കഷനകത്താണ് ഞങ്ങൾ ഇങ്ങനെ ഇന്ന സാധനങ്ങൾ എവിടേക്കോ ലാക്കിങ് ആണ് ഫീൽ ചെയ്യും. സോ ഞങ്ങൾ ഓരോ പെർട്ടിക്കുലർ സാധനം എടുത്തു. അതായത് നമുക്കൊരു ക്യാമ്പസ് കൾച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് വേണ്ടി ഒരു ഇവന്റ് എടുത്തു. ഈ ഇവന്റ് ഒരിക്കലും ഒരു ദിവസമായിട്ട് നടത്തി കഴിഞ്ഞ സാധനം റണ്ണായി പോകത്തില്ല. അല്ലെങ്കിൽ മാസത്തെ ഒരിക്കൽ നടത്തി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കൾച്ചർ മാസത്തെ ഒരിക്കൽ ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഐ വാസ് ലൈക്ക് എല്ലാ ആഴ്ചയിലെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം കൂടിയിട്ട് സാധനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ സാധനം ഞങ്ങൾ ജൂലൈ മാസം തുടങ്ങിയപ്പോൾ തൊട്ട് സാധനം റൺ ആവുന്നുണ്ട്. സോ അതാണ് ഒരു സീരീസ് ഓഫ് ഇവന്റിലെ കാര്യം പറഞ്ഞത്. TQ എന്നാണ് ഇവന്റിന്റെ പേര്. ഇറ്റ് വാസ് ലൈക്ക് വൺ ഓഫ് അവർ മേജർ ഇവന്റ്സ്. പിന്നെ വണക്കം ചെല്ലം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇവന്റ് ഉണ്ട്. അത് ഞങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങൾ കിക്ക് ഓഫ് ചെയ്തൊരു ഇവന്റ് ആയിരുന്നു. സോ അത് ഞങ്ങൾ ഇത്തവണ റെപ്ലിക്കേറ്റ് ചെയ്ത് സാധനം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം മോർ ബേസിസ് ഇസ് ലൈക്ക് ക്യാമ്പസ് കൾച്ചർ ബിൽഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് ഇന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ മോർ ഓഫൺ ക്യാമ്പസിനകത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കമ്മ്യൂണിറ്റി മിഷൻ കാര്യങ്ങളൊക്കെ അലൈൻ ചെയ്തിട്ടായി സംസാരിക്കുന്നത്. നമ്മളല്ലാതെ ലൈക്ക് ഔട്ട് ഓഫ് ദ ടോപ്പിക് പുതിയ അവരുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലൈക്ക് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടെക് ഈവൻ സൈക്കോളജി കാര്യം ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. 3 dimension 2 dimension വരെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഡിഫറെൻറ്റ് സാധനങ്ങൾ എടുത്തിട്ട് സ്ഥലത്തിന് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ. സോ ഇങ്ങനെ കുറേ പരിപാടികൾ സീരീസ് ഓടുന്നുണ്ട്. ലൈക്ക് ഓവറോൾ ഒരു കമ്മ്യൂണിറ്റി ഫീൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പരിപാടികളും ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഈവെന്റ്സ് കാര്യങ്ങൾ കൗണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഈ കൗണ്ട് ഇത്ര ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞങ്ങൾ ഈവെന്റ്സ് കണ്ടക്ട് ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള സാധനമാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തത്. ഈ ഓരോ പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് ആൾക്കാരിൽ നിന്നും മേക്കേഴ്സ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതായത് സിഗ്നിഫിക്കന്റ് ആയിട്ട് പ്രൊജക്റ്റോ പ്രൊഡക്റ്റോ ഒക്കെ ബിൽഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് ആൾക്കാരെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു ഔട്ട്റീച്ച് ലീഡിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വൺ എമംഗ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി വുഡ് ബി ബ്രിങ്ങിങ് ഔട്ട് സ്റ്റോറീസ്. ക്യാമ്പസിനകത്തുള്ള മേക്കേഴ്സിനെ കണ്ടുപിടിച്ച ആ സ്റ്റോറീസ് പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും മേക്കേഴ്സിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും അവർ ചെയ്ത പ്രൊജക്ട്സ് ഒക്കെ പറയബിൾ ആയിട്ട്? ഞങ്ങൾ ഫസ്റ്റ് വന്ന ടൈമിൽ ആദ്യം നടത്തിയ ഒരു പ്രോഗ്രാമാണ് ഡിസൈനിങ്. സോ അങ്ങനെ ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്ത് ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ആൾക്കാരെ. അങ്ങനെയാണ് സൗരവ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത്, ഞാൻ ശ്രീഹരിയും കൂടെയാണ് ഇരുത്തി പഠിപ്പിച്ചത്. സോ സൗരവ് ഇപ്പോൾ മെയിൻലി ഡിസൈനിങ്ങിന് വെളിയിൽ നിന്നുള്ള പ്രൊജക്റ്റ് എല്ലാം എടുത്ത് ചെയ്യാൻ. സോ അവൻ നല്ലൊരു മേക്കറായെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ഇയേഴ്സിന്റെ എൻഗേജ്മെന്റ് എങ്ങനെയുണ്ട് ഓൾ ത്രൂ ലേണിംഗ് ആക്ടിവിറ്റി? എസ്പെഷ്യലി ഇവിടെ വൺ എമംഗ് ദ പോയിന്റ്സ് ടു ബി നോട്ടഡ് ഇസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ ടൈപ്പ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ടഡ്. നേരത്തെ പറഞ്ഞ സൈക്കോളജി ഉണ്ട്, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ ഫസ്റ്റ് ഇയറിന്റെ അപ്രോച്ച് ടുവേർഡ്സ് ഈ ഡൈവേഴ്സിറ്റി എങ്ങനെയാണ്? ഫസ്റ്റ് ഇയേഴ്സ് എല്ലാവരും നല്ല ആക്റ്റീവ് ആണ്. ഇപ്പോൾ ഓറിയന്റേഷൻ ട്രെയിനിൽ വന്നപ്പോൾ തൊട്ട് എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ കറന്റ് ഞങ്ങളെ ഇയർ വെച്ച് നോക്കുവാണ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഇയേഴ്സ് നല്ല ആക്റ്റീവ് ആണ്. ഇപ്പൊ ടെക് ആണെങ്കിലും നോൺ ടെക് ആണെങ്കിലും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ടെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഇയേഴ്സിന് ഇതിനകത്തേക്ക് കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും സ്പെസിഫിക് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടോ? അവർക്ക് സീനിയേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടോ? അവരായിട്ട് ഞാൻ കൂടുതൽ കണക്ട് ചെയ്യുന്നത് നമ്മൾ കാഷ്വലായിട്ട് ടോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവരോട് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പം ലൈക്ക് ഈ ഒരു 4 വർഷം നമ്മൾ പഠിക്കുന്ന സിലബസ് ആയിരിക്കും മെയിൻലി. സോ അങ്ങനെ സിലബസ് പഠിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് 4 വർഷം കഴിഞ്ഞൊരു ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പൊസിഷനിൽ നമുക്ക് എത്താൻ ലൈക്ക് അങ്ങനെ എത്തണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അതിനായിട്ടുള്ളൊരു പാത്വേ തുറന്നു വെക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു 4 ഇയേഴ്സിൽ എവിടെയൊക്കെ ലൈക്ക് ഫ്രീ ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവിടേക്കാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെയുണ്ട് ടിങ്കർ ഹബ്. സോ നമ്മൾ ഫ്രീ ആയിട്ടാണ് റിസോഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 ഇയേഴ്സിൽ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഇനി എപ്പോഴാണ് യൂസ് ചെയ്യാന്നുള്ളൊരു ഇമ്പാക്ട് ഞാൻ മാക്സിമം കൊടുക്കുന്നുണ്ട്. സോ അതിനുള്ള ശേഷം ഒരു പ്രൊജക്റ്റും അങ്ങനെയൊക്കെ ബിൽഡ് ചെയ്ത് ഇനിയും ഇമ്പാക്ട് കൊണ്ടുവന്ന് എല്ലാവരെയും ഒരു റൈറ്റ് വേയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു. നിങ്ങൾക്ക് ഇടയിൽ നിങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്ത ഒരു സ്പെസിഫിക് ആക്ടിവിറ്റീനെ പറ്റി നിങ്ങൾ ഭയങ്കര എക്സ്ട്രീംലി ഒബ്വിയസ്ലി എല്ലാ പരിപാടിയും നിങ്ങൾക്ക് ഭയങ്കര പ്രൗഡായിരിക്കും, ബട്ട്
ഒരെണ്ണം എടുത്തു പറയേണ്ട ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? എടുത്തു പറയേണ്ട പേഴ്സണലി ഞങ്ങൾ കോർ ടീമിനകത്താണെങ്കിലും ഓവറോൾ ക്യാമ്പസ് എടുത്താലും തിങ്കർ സിക്ക് ഇൻട്രവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു ഇവന്റ് ആണ്. ഞങ്ങളൊരു സ്റ്റഡി ജാം നടത്തിയായിരുന്നു. ആ സ്റ്റഡി ജാം എനിക്ക് എപ്പോഴും ഒരു ഹാർട്ട് ടച്ചിങ് പോലെ തോന്നാറുണ്ട്. അതിൽ വളരെ മിനിമം ആൾക്കാരെ ജോയിൻ ചെയ്തോളാം, ബിലോ 10 ആൾക്കാരെ ജോയിൻ ചെയ്തോളായിരുന്നു. പക്ഷേ സ്റ്റിൽ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ ഇമ്പാക്ട് എന്നുള്ള സാധനമാണ്. ഞങ്ങൾ മെയിൻ ഹൈലൈറ്റ് ആ സാധനമാണ്. ഞങ്ങൾ ഒരിക്കലും ഇതൊരു കൗണ്ട് നോക്കിയിട്ടില്ല ഒരു പരിപാടി നടത്തിയിട്ടുള്ളത്. സോ ഞങ്ങൾ ആദ്യമായിട്ട് നടത്തിയൊരു സ്റ്റഡി ജാം ആണ് ഡിസൈൻ ഗ്രൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റഡി ജാം നടത്തിയായിരുന്നു. 5 ഡേ പ്രോഗ്രാം ആയിരുന്നു. അതിൽ ഞങ്ങളൊരു 6 to 8 ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ തന്നെ 5 ഡേയ്സും കംപ്ലീറ്റ്ലി ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ദ ഇമ്പാക്ട് വാസ് ഞങ്ങളെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും സ്റ്റേ ബാക്ക് ചെയ്തിട്ടാണ് ഓരോ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ ലാബോ കാര്യങ്ങളൊന്നും എടുത്തിട്ടല്ല ഓരോ പരിപാടിയാണ് നടക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരു വൈഫിനായിട്ട് എല്ലാവരും കൂടെ ഇപ്പൊ പുറത്തിരുന്നിട്ട് ഞങ്ങൾ തന്നെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരു ലാപ്പിൽ 2 പേരൊക്കെ വെച്ചിട്ട് ചില സമയം ഇരിക്കാറുണ്ട്. മിക്കപ്പോഴും എല്ലാവർക്കും ലാപ്ടോപ്പ് കാണാറുണ്ട്. സോ ഇല്ലാത്തവരെ ഞങ്ങൾ ഷെയർ ചെയ്തൊക്കെയാണ് പഠിക്കുന്നത്. സോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ 5 ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും ദ ഇമ്പാക്ട് വാസ് ലൈക്ക് കുറെ ഡിസൈനേഴ്സ് വെയർ ബോൺ എന്നുള്ളൊരു സാധനമാണ്. ഇറ്റ് വാസ് ട്രൂലി ലൈക്ക് ഹാർട്ട് ടച്ചിങ് ഫോർ അസ്. ആൻഡ് എനിക്കാണെങ്കിൽ ലൈക്ക് അത് വാസ് ലൈക്ക് സോ മച്ച് ഇമ്പാക്ട്ഫുൾ ഫോർ അസ്. കാരണം സൗരവ് ആണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും ഇത് ലൈക്ക് ബിഗിനിങ്ങിൽ തുടങ്ങിയ ആൾക്കാരായിരുന്നു, ഒരു ഐഡിയ ഇല്ലാതെ. പക്ഷെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ലൈക്ക് ഇറ്റ് വാസ് സംതിങ് ലൈക്ക് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു സാധനമായിരുന്നു. സോ ഞാൻ പറഞ്ഞു ലൈക്ക് നമുക്കൊരു സെഷൻ കണ്ടക്ട് ചെയ്യാം. ഈ ഒരു 6 to 8 ആൾക്കാർ വന്നതിൽ എക്സ്പ്ലോർ ചെയ്ത ആൾക്കാർക്കെല്ലാം നല്ല ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ലൈക്ക് ദാറ്റ് വാസ് സംതിങ് ലൈക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ലൈക്ക് ഓൾറെഡി എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർ, ലൈക്ക് ഇവർ സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈനിങ്ങിലോട്ട് ഇറങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ വേറെ പുറത്തുനിന്ന് വർക്ക് എടുക്കുകയും ബാക്കിയുള്ള ലൈക്ക് ഈവൻ സൗരവിന്റെ കേസ് പറയുകയാണെങ്കിൽ സൗരവ് ഇപ്പോൾ IEDC സമ്മിറ്റിനുള്ള ഡിസൈൻ ലീഡൊക്കെ ആയിട്ടുണ്ട് ഇത്തവണത്തെ. സോ ഇറ്റ് വാസ് ലൈക്ക് ട്രൂലി എന്താണ് ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ജെൻഡർ റേഷ്യോ എങ്ങനെയുണ്ട് ക്യാമ്പസിൽ? ഇൻ ജനറൽ വിമൻ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്? വിമൻ പാർട്ടിസിപ്പേഷൻ എടുക്കുവാണെങ്കിൽ എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓപ്പൺ മൈക്കിന് ആൾക്കാർ വരുന്നുണ്ടോ? എത്ര ഫ്രീക്വൻസിയിലാണ് അത് നടത്തുന്നത്? ഓപ്പൺ മൈക്കിന് എല്ലാവരും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ ഇന്ന ഓപ്പൺ മൈക്കിന്റെ ഇത് പോസ്റ്റ് ഇടുമ്പോൾ തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രൂപ്പിൽ ഇടുന്ന ടൈമിലാണെങ്കിലും മെൻസ് വന്നിട്ട് ചോദിക്കും ബോയ്സിന് പരിപാടിയൊന്നും ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ലാതെ ഓപ്പൺ മൈക്ക് നമ്മൾ ഫസ്റ്റ് എഡിഷൻ നടത്തി. പിന്നെ നമ്മൾ അല്ലാതെ തന്നെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെഷൻസ് നമ്മൾ ഇതിനകത്ത് നടത്തിയായിരുന്നു. അല്ലാതെ നടത്തുന്ന ജനറൽ പ്രോഗ്രാംസിൽ ഓർ സ്റ്റഡി ജാംസിൽ ഗേൾസ് ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന കൺസേൺസ് ആക്ച്വലി ക്യാമ്പസിൽ എന്താണ്? ഒരു ആക്ടിവിറ്റി നടത്തുമ്പോഴോ അല്ലാതെ എന്തൊക്കെ കൺസേൺസ് ആണ് ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? സോ ഇവിടെ ഞങ്ങൾ മേജറായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ലൈക്ക് ഞങ്ങൾ ഹാർഡ്വെയറിലെ സെഷൻസ് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അധികം. ലൈക്ക് ഇപ്പോൾ ഹാർഡ്വെയർ റിസോഴ്സസ് കാര്യങ്ങളാണെങ്കിൽ കുറച്ച് അധികം ലിമിറ്റഡ് ആണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സെഷൻസ് കാര്യങ്ങൾ എടുക്കണമെന്നുണ്ട്. ലൈക്ക് അത് ഞങ്ങളൊരു ടു-ഡൂവിൽ കിടക്കുകയാണ് ഇപ്പോഴും. പക്ഷേ സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് സ്റ്റിൽ പറ്റാഞ്ഞിട്ട് ഞങ്ങൾ ഓൺലൈൻ രീതിയിൽ ഹാർഡ്വെയറിൻ്റെ സെഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ആ റിസോഴ്സ് കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ആൾക്കാർക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതാണ് മേജർ ഫാക്ട്. ഐ മീൻ അവർക്ക് എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ അവർക്ക് ആ ട്രൂ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം എത്രത്തോളം നമ്മൾ ഓൺലൈനിൽ ചെയ്താൽ ഹാർഡ്വെയർ സാധനങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈക്ക് ഈ സാധനം ബിൽഡ് ചെയ്താൽ പറ്റുമല്ലോ ആ ഒരു ക്യൂരിയോസിറ്റി സാധനങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ട് സാധനം വർക്ക് ആവുള്ളൂ. എനിക്ക് തോന്നുന്നു അഭിജിത്തിന് സ്പെസിഫിക്കലി ഞാൻ ടിങ്കേഴ്സ് കേസിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഹാർഡ്വെയർ എക്സ്പ്ലോർ ചെയ്യാനാണോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ബട്ട് നമ്മൾ ക്യാമ്പസ് ലീഡ്സിന്റെ അടുത്ത് സ്പെസിഫിക്കലി കുറച്ച് ക്യാമ്പസിന് ക്ലബ് ചെയ്ത് സ്പേസിൽ വന്ന് ഹാർഡ്വെയർ കുറച്ച് പ്രൊജക്ട്സ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞപ്പം ആദ്യം എക്സൈറ്റഡ് ആയത് അഭിജിത്തായിരുന്നു. വളരെ നല്ല ഐഡിയ ആണ്. സോ അങ്ങനൊരു പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ആക്ച്വലി സ്റ്റുഡൻസിന് അത് ബെനിഫിഷ്യൽ ആവും എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. കാരണം ലൈക്ക് ഇവർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം റിസൾട്ട് കാണാനുള്ള സാധനം. ഇവൻ നമ്മുടെ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോഴും അവർ ആ ഒരു സാധനം ഔട്ട്പുട്ട് കാണുമ്പോഴായിരിക്കും അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. അപ്പോൾ ഹാർഡ്വെയറിന്റെ കേസും ഈ സെയിം സംഭവം തന്നെ. നമുക്കിപ്പോൾ എത്രത്തോളം പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ലൈക്ക് ഈ സാധനമൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തികച്ചും എല്ലാവർക്കും ആ ഹാർഡ്വെയർ മേഖലയിലോട്ട് കൂടുതൽ ആൾക്കാർ ഇറങ്ങുന്നുണ്ടാവും. ഈവൻ ഈസിയിലുള്ള ആൾക്കാരാണെങ്കിലും ഈ കമ്പ്യൂട്ടർ സയൻസിന്റെ ആൾക്കാർ തന്നെ ആണെങ്കിലും അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വൈസായിട്ട് നമ്മൾ ഇവരെ ഒന്നും പരിപാടി നടത്തിയിട്ടില്ല. പക്ഷെ അവർക്ക് എവിടെയാണോ ക്യൂരിയോസിറ്റി അവർക്ക് കണ്ടുപിടിക്കാൻ ഒരു ഈസി വേ ആയിരിക്കും ഇത്. അതൊരു റൈറ്റ് അടിപൊളി സംഭവമായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞു. സോ നിങ്ങളുടെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയിൽ ജനറലി ഒരു സ്ട്രഗിൾ ആയിട്ട് പറഞ്ഞത് ടൈമാണ്. അവർക്ക് അക്കാഡമിക്സിന്റെ കൂടെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഡേ സ്കോളേഴ്സിന് ആക്ച്വലി അധികം നേരം എക്സ്ട്രാ ടൈം എടുത്ത് പ്രൊജക്ട്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. സോ ആ ഇഷ്യൂ നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വൺ ഓഫ് ദ മെയിൻ സംഭവം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ജനറൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് പുതിയൊരു സാധനം പഠിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം വെബ് ഡെവലപ്മെന്റ് എക്സ്പ്ലോർ ചെയ്യണം. സോ ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം വൈകിട്ട് 4 മണി to 5 മണി വരെ ഇന്ന സെഷൻ അരുന്ധതി ഇപ്പം എടുത്ത് തരുന്നു എന്ന് വിചാരിക്കും എനിക്ക്.
ഐ മീൻ ഒരു സെഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഐ സോ ദിസ് പോസ്റ്റർ ദാറ്റ് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. സോ ഞാൻ അറ്റൻഡ് ചെയ്യാൻ റെഡിയാന്ന് പറഞ്ഞ് വരുന്നു. ഓക്കെ, ബട്ട് അതേ സമയത്ത് എനിക്ക് നേരത്തെ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുക, എനിക്ക് ഹോസ്റ്റലിൽ പോകണം, എനിക്ക് 6 മണിക്ക് മുമ്പേ കയറണം എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. സ്റ്റിൽ ഓക്കെ, ഇത് എൻ്റെ ഡിസിഷനാണ്, ഞാനിവിടെ വരണോ വേണ്ട എന്നുള്ള കാര്യം. ഓക്കെ, ഇഫ് എനിക്ക് എന്താ കൂടുതൽ റീസൺസ് പറഞ്ഞിട്ട് എനിക്ക് വരാതിരിക്കും ഒരു കാരണം, എനിക്ക് അവിടെ ചായ കിട്ടുന്നുണ്ട്, കടി കിട്ടുന്നുണ്ട്, സോ ഈ സമയത്ത് എനിക്ക് അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ റീസൺസ് പറയാം. സോ ദ തിങ് ഈസ്, ഞാൻ എത്രത്തോളം അതിനോട് പാഷനേറ്റ് ആണോ, എത്രത്തോളം അതിനോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നോ, അത് നമ്മളൊരു ഡിസിഷനാണ് വരണോ വേണ്ട എന്നുള്ള കാര്യം. ഇപ്പം എല്ലായിടത്തും ഒരേ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും 4 to 5 തന്നെ എല്ലാവർക്കും ഒരേ ബ്രേക്ക് തന്നെയാണ് ഉള്ളത്. സോ ക്യാമ്പസിനകത്ത് പ്രോഗ്രാം നടക്കുമ്പോഴും നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്തിട്ടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. ഇഫ് സംബഡി ഈസ് ട്രൂലി ഇൻട്രസ്റ്റഡ് എന്നുള്ള സംഭവമാണെങ്കിൽ അഫ്കോഴ്സ് ദേ വിൽ സാക്രിഫൈസ് എവറിത്തിങ് ആൻഡ് വിൽ ബി അറ്റൻഡിങ് ദാറ്റ് ഇവന്റ്. കാരണം അവർ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. കാരണം എപ്പം നമ്മൾ പരിപാടി കാര്യങ്ങൾ നടത്തിയാലും ദോസ് പീപ്പിൾ വിൽ ബി ദ റൈറ്റ് വൺസ് ഓൾവേസ്. സോ ഞാൻ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്, പിന്നെ ഇത് വേറെ ഇത് സോർട്ട് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ പരിപാടി നടത്തുന്നുണ്ട്, ഓഫ്ലൈൻ പരിപാടി നടത്തുന്നുണ്ട്. ഇഫ് സംബഡി കുഡിൻ അറ്റൻഡ് ഓഫ്ലൈൻ, ഓൺലൈനിലുള്ള ഇവന്റ്സ് അറ്റൻഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള കാര്യം. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഫോർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്? കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്യൂച്ചർ പ്ലാൻസ് വാസ് ലൈക്ക്, ഞങ്ങൾ കുറേ സമയങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് വൺ ഓഫ് ദ ഗ്രേറ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിങ് നടക്കുന്ന ഓരോരോ അടിപൊളി പരിപാടി നമ്മൾ കാണാറുണ്ട്. സോ അതിൻ്റെ അകത്ത് ഉള്ള ഒരു പരിപാടി എടുത്തൊന്ന് മോഡിഫൈ ചെയ്ത് ക്യാമ്പസിൽ നിന്ന് ബിൽഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ലൈക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രോജക്ട്സ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു ഇമ്പാക്ട്ഫുൾ പ്രോജക്ട്സ് വരാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരും പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്, അതെല്ലാം ആപ്പിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ നമുക്കൊരു ജസ്റ്റ് ബേസിക് ഒരു 1 to 2 hour വൈപ്പ് കോഡ് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിയും ഒരു 1 to 2 month അടുത്തൊക്കെ ബിൽഡ് ചെയ്തുള്ള ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. സോ ഞങ്ങൾ അതിനുള്ളൊരു പ്രോഗ്രാം ആണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ലാസ്റ്റ് ഇയറിലെ ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ. അപ്പം ലാസ്റ്റ് ഇയർ കമ്മ്യൂണിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? കമ്മ്യൂണിറ്റിയിൽ നിന്ന് കഴിഞ്ഞ വർഷം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവറിബഡി ഈസ് ഡിഫറെന്റ്, എവറിബഡി ലേൺ ഇൻ ദെയർ ഓൺ വേ. എല്ലാം സ്പെസിഫിക് ഇൻഡിവിജ്വലിന്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് എനിക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ആക്ച്വലി ഇപ്പോൾ അറ്റ് ദ സെയിം ടൈം ലൈക്ക് എനിക്ക് മാത്രം ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല ഇത്. ഇതേപോലത്തെ കമ്മ്യൂണിറ്റീസ് ആക്ച്വലി മുമ്പോട്ട് വരുന്നതോടെ തന്നെ ഐ ഗിവ് യു സം എക്സാമ്പിൾസ്. ലൈക്ക് ദിസ് ഇസ് അബ്ല, അമൃത, അനന്യ, അഭിഷേക്, മാളവിക, ഫർസാന. സോ ഇവരൊക്കെ ലാസ്റ്റ് ഇയർ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരോടൊരു ചോദ്യം ഇപ്പം ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന്. അപ്പം അവർക്കും പറയാനുള്ളത് ഇതേപോലുള്ള അവരുടെ ഫസ്റ്റ് ഹാക്കത്തോൺ വാസ് ലൈക്ക് യൂസ്ലെസ് പ്രോജക്റ്റ്, ടിങ്കർ ഹാക്ക് നടക്കുന്നുണ്ടല്ലോ. അപ്പം ഇതൊക്കെ സ്റ്റേറ്റിൽ എല്ലാവരും ഇരുന്ന് ചെയ്യുന്ന ഹാക്കത്തോൺ അറ്റ് ദ സെയിം ടൈം. അപ്പം ആ ഒരു ലെവൽ ഓഫ് എന്താ പറയുക എക്സ്പോഷർ നമുക്ക് അറ്റ് ദ സെയിം ടൈം ലൈക്ക് അതും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മെന്റേഴ്സും കാര്യങ്ങളും. അപ്പം അവരുടെ ഫസ്റ്റ് ഹാക്കത്തോൺ, അവരുടെ ഫസ്റ്റ് തുടക്കം ആക്ച്വലി അവിടുന്ന് തുടങ്ങിയിട്ട് ഇപ്പം അബ്ല GDGയുടെ ലീഡാണ്. അപ്പം ആ ഒരു ഗ്രോത്തിന്റെ റേറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് ആക്ച്വലി വെരി പ്രോമിസിങ് ഫോർ someone like me, someone like everyone actually. അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് എനിക്ക് ടെക്നിക്കലി ഒന്നും അറിയണ്ടായിരുന്നില്ല. സോ ലൈക്ക് ടിങ്കർ ഹബിൻ്റെ യൂസേഴ്സ് പ്രൊജക്റ്റ് ആയിരുന്നു മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ആൻഡ് അതിൽ നിന്ന് എനിക്ക് പിന്നെ ലൈക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. ദെൻ സെക്കൻഡ് വാസ് ടിങ്കർ ഹാക്ക്. അത് കംപ്ലീറ്റ്ലി നമ്മൾ ഗേൾസ് ഉള്ളി ലൈക്ക് ഞങ്ങൾ 3 ടീമായിട്ടുണ്ടായിരുന്നത്. ലൈക്ക് വി ബിൽഡ് ദ ഹോൾ തിങ്. അന്നാണ് എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയത്. ദാറ്റ് ഓഫ് കോഴ്സ് ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ലൈക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് അതിൽ നിന്ന് ഗ്രോ ആയി ആൻഡ് നൗ ഐ ആം GDG ലീഡ്. സോ യാ ലൈക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബാക്കി കമ്മ്യൂണിറ്റീസൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു മെമ്പർഷിപ്പ് ഫീ, രജിസ്ട്രേഷൻ ഫീ, ഓരോരോ ഈവെൻറ്റിനും രജിസ്ട്രേഷൻ ഫീസ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ടിങ്കർ ഹബിന് പിന്നെ അങ്ങനെയൊന്നുമില്ല. നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന ആ ഒരു ഇതിലാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് നമ്മുടെ കോളേജസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്നവർ ഇതാണ്. അങ്ങനെ വരുമ്പം അവർക്ക് അങ്ങനെ ഒരുപാട് ഹൈ ഫീയും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചേരാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ കാണും. അപ്പം അത് വെച്ച് നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അതുപോലെ ബേർഡൻസ് ഇല്ല. അങ്ങനെയൊക്കെയുള്ള കുറെ ഇതുണ്ട്. നമുക്ക് ആകെപ്പാടെ ചെയ്യേണ്ട നമ്മൾ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയല്ലോ. ബാക്കിയെല്ലാം അവർ തന്നെയാണ് പഠിക്കുന്നത്. ആഫ്റ്റർ സം ടൈം ദേ വിൽ ബി ബിക്കമിങ് ദ മേക്കേഴ്സ്. ആ ഒരു ലെവലിൽ പോകുന്നതുകൊണ്ട് ശരിക്കും അത് നല്ലൊരു എൻവയോൺമെന്റ് തന്നെയാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അമ്മിന് നേരത്തെ പറഞ്ഞപ്പോൾ ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന പാസ്റ്റ് മെമ്പേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് മാമിന് അറിയാമോ? ഇപ്പം അൽഫിയൊക്കെ ആണെങ്കിൽ ഐസിഫോസ്, പിന്നെ അഭിരാമ ഒരു ഫോമിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഓരോരുത്തരും നല്ലതായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന എൻവയോൺമെന്റിൽ തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്.
അതിൽ കുറച്ചും കൂടി ഹൈ ആയിട്ട് നല്ല ഫേംസ് എന്നൊക്കെ ഇപ്പം ധനു ജോയിൻ ചെയ്തിരിക്കുന്ന നല്ല ഫേമിലാണ്. ശരിക്കും അവരുടെ ബാച്ചിലെ ഏറ്റവും ടോപ്പിൽ നിന്ന ഒരു കുട്ടിയൊന്നും അല്ല, എന്നിട്ട് പോലും അവൻ നല്ല ഫേമിലാണ് പ്ലേസ്ഡ് ആയത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവർക്കെല്ലാം നല്ലതായിട്ട് എക്സൽ ചെയ്യാം. അതായത് ലൈഫിൽ അവർ നല്ലൊരിടത്ത് എത്തണം എന്നുണ്ടെങ്കിൽ അത് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഗെയിമിങ് ഇവിടെ ഭയങ്കരമായിട്ട് കുട്ടികൾ ചെയ്യുമായിരുന്നു. S5 തൊട്ടേ ചെയ്യുമായിരുന്നു, ആനന്ദം ടീമും ഒക്കെ. അപ്പം അവരൊക്കെ നന്നായിട്ട് അതിൽ എക്സൽ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ഇപ്പൊ കറന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനിയുള്ള വരുന്ന കുട്ടികളും അതുപോലെ ആവണമല്ലോ എന്നുള്ളത് നമ്മളുടെ ഒരു ഇതാണ്. എനിക്കൊന്നു തിങ്കറബിന്റെ ഓർഗില് കുറച്ചും കൂടെ അസോസിയേറ്റഡ് ആയിട്ട് നിന്ന ഒരു ഇൻഡിവിജ്വൽ ആണ് അഭിരാം ടെക് ഫോർ ഗുഡ് എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ആൽഫിനെ പറ്റി എല്ലാരും പറയുന്നുണ്ടായിരുന്നു. ആൽഫിയ ശരിക്കും സാധാ ഒരു ഇതിൽ നിന്ന് നല്ല ഇതായിട്ട് എക്സൽ ചെയ്ത ഒരു നല്ല ചേഞ്ച്. നമ്മള് ഫസ്റ്റ് ഇയറിൽ വരുമ്പം ക്ലാസ്സിൽ എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടിയായിട്ടിരുന്നിട്ട് അവസാനം വരുമ്പോഴത്തേക്കും എല്ലാ ആക്ടിവിറ്റീസും എല്ലാത്തിലും നന്നായിട്ട് അങ്ങനെ ഒരു നല്ല ചേഞ്ച് ഓവർ വന്നിട്ടുള്ള ഒരു പേഴ്സൺസ് ആണ് അവർ. ലാസ്റ്റ് സംസാരിച്ചപ്പോൾ IC ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കെപ്പോഴും കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരു പ്രോഗ്രാം നടത്തി പോകുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും താല്പര്യമില്ല. ലാസ്റ്റ് ഇയർ അങ്ങനെ അല്ലായിരുന്നു പോയത്. ബട്ട് ബേസിക്കലി ലാസ്റ്റ് ഇയറിലുള്ള കുറച്ച് ഫ്ലോസ് എടുത്തിട്ട് കുറച്ചും കൂടെ ക്യൂറേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ. സോ അവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി വൈബിൻ്റെ സാധനം കുറച്ചും കൂടെ ഒന്ന് കൊണ്ടുവരാൻ നോക്കി. കഴിഞ്ഞാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ ഈവൻറ്റ്സ് രീതിയിൽ സീരീസ് ആയിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. സോ അത് നമ്മൾ ബേസിക്കലി ക്യാമ്പസിനകത്ത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ള രീതിയിൽ ഫോക്കസ് കൊടുത്തിട്ട് പരിപാടി ക്രിയേറ്റ് ചെയ്ത ബേസിക്കലി ഇങ്ങനെയൊക്കെ ഓടുന്ന ഒരു കമ്മ്യൂണിറ്റി ആക്കി കൊണ്ടുവരാൻ പറ്റി. ഈ TQബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതലും നമുക്കൊരു ക്യാമ്പസിൽ കമ്മ്യൂണിറ്റി വൈബും ഒരു മേക്കർ കൾച്ചർ ബിൽഡ് ചെയ്യണമെന്നാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പം എനിക്ക് വാസ് ലൈക്ക് ക്യാമ്പസിനകത്താണെങ്കിൽ ഒരുപാട് ബിൽഡേഴ്സും മേക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഫ്കോഴ്സ് സ്കൂൾ ആണ്. പക്ഷേ ബേസിക്കലി എനിക്ക് ഉള്ളൊരു മേജർ കൺസേൺ എന്ന് പറഞ്ഞാൽ എൻ്റെ കോർ ടീമിലുള്ള ആൾക്കാരും എൻ്റെ വോളണ്ടിയർ ടീമിലുള്ള ആൾക്കാരാണെങ്കിൽ ഇവരും മേക്കേഴ്സ് ആയിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതായത് അവർ നേരത്തെ മേക്കേഴ്സ് ആയിരിക്കണം എന്ന് എനിക്ക് അങ്ങനല്ല. ലൈക്ക് കോർ ടീമിൻ്റെ പാർട്ടായി കഴിഞ്ഞാൽ എന്തായാലും ഇത്ര സാധനങ്ങൾ ബിൽഡ് ചെയ്യണം, ഇന്ന സാധനങ്ങൾ ലൈക്ക് ആ ക്യൂറേഷൻ കാര്യങ്ങൾക്കെല്ലാം അവരുടെ പാർട്ടിസിപ്പേഷൻ കാര്യങ്ങൾ വേണമെന്ന് നിർബന്ധമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ റിസൾട്ട് വാസ് ടു ഗുഡ്. എനിക്ക് ഇത്ര നാളൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് പറയാം. കാരണം കോർ ടീമിലുള്ള ആൾക്കാരാണെങ്കിലും വോളണ്ടിയേഴ്സിലുള്ള ആൾക്കാരാണെങ്കിലും ഈസ് ഫുള്ളി ഗിവൺ ടു ദ കമ്മ്യൂണിറ്റി എന്നുള്ള സാധനമാണ്. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാവരെയും കൺവിൻസ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ സർക്കംസ്റ്റാൻസ് സാധനങ്ങളാണ്. ബട്ട് സ്റ്റിൽ മേജർ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബിൽഡേഴ്സാണ്. ഓക്കെ, അവർ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരെ ഞങ്ങളെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ റിസോഴ്സ് അവൈലബിലിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു സംഭവമുണ്ട്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ കയറിയ ആൾക്കാരെല്ലാം ചെയ്യണം നിർബന്ധം പറഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പം നമ്മൾ ഓരോ പരിപാടി ഈവനിങ് വയ്ക്കുക സ്റ്റേ ബാക്ക് ചെയ്തിട്ടാണ് മിക്ക പരിപാടികളും നടക്കുന്നത്. എന്നിട്ട് ഇനിഷ്യേറ്റീവ് ഇട്ട് നിൽക്കുന്ന ആൾക്കാർ വാസ് ടു ഗുഡ്. അവർ അത്ര ഇനിഷ്യേറ്റീവ് ഇട്ട് എഫേർട്ട് ഇട്ട് മുമ്പോട്ട് വന്ന് ചെയ്യുന്നത് ക്യാമ്പസിനകത്ത് നടക്കുന്നത് അവരാദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷം ലൈക്ക് ഞങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്തിട്ട് പ്രോഗ്രാംസ് അധികം നടത്തുന്നില്ലായിരുന്നു. പക്ഷെ ഇത്തവണത്തെ ക്യാമ്പസിൽ ഒരു മേക്കർ കൾച്ചർ ഉണ്ടെന്ന് പ്രൂവൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വൈബിലാണ് പരിപാടി കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളതും റൺ ചെയ്തിട്ടുള്ളതെല്ലാം. സോ ഇത് ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്യാമ്പസിനകത്താണെങ്കിലും ലൈക്ക് ഓവർവ്യൂ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എനിക്ക് കൂടുതലും കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മോർ ദാൻ ലേണിംഗ് ടെക്നിക്കൽ കാര്യങ്ങൾ കുറേ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റുന്ന സ്പേസ് എന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. ആ ഹ്യൂമൻലി സ്കിൽസ് ഇസ് വാട്ട് നമുക്ക് എപ്പോഴും ലൈഫിൽ വേണ്ട കുറേ കാര്യങ്ങൾ ആണ് ഈ ഹ്യൂമൻലി സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് ബിൽഡിംഗ് ഈസ് ഹാപ്പനിങ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഹാപ്പനിങ് ആയിട്ട് പോകേണ്ട വേറൊരു കാര്യമാണ് മനുഷ്യന്മാരെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം. സോ ദാറ്റ്സ് വാട്ട് ഐ ഗോട്ട് ഫ്രം കമ്മ്യൂണിറ്റി. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ ഞാൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റുന്ന സ്പേസ് എന്ന് തന്നെ പറയും.